ഹലോ ഗൈസ്, ഞാൻ സ്വന്തം ആൻമി വ്യൂവർ. ഇന്ന് ഞാൻ മറ്റൊരു ലോകത്തിലേക്ക് വന്നേക്കാണ്. നമ്മൾ ഹാർഡ് കോർ വേൾഡ് അല്ല, ഇതെൻ്റെ വേൾഡാണ്. ഇതിൽ എൻ്റെ കയ്യിലൊരു 14 IF100 ഇരിപ്പുണ്ട്. അത് കണ്ടപ്പോഴേ കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. നമ്മളിന്ന് ഡ്രാഗനെ കൊല്ലാൻ പോകുന്നു ഗൈസ്. ഞാൻ ഇത്രയും നാൾ 346 ദിവസം ഈ വേൾഡിൽ കളിച്ചിട്ട് ഇതുവരെ എനിക്ക് ആ ഡ്രാഗൻ്റെ മുട്ട കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് പോയി ഞാൻ ഡ്രാഗൻ്റെ മുട്ട എടുക്കാൻ പോകണം. നമ്മളടിക്കുമല്ലോ ഡ്രാഗനെ. അപ്പം ആദ്യം നമുക്ക് നല്ലൊരു ആർമർ സെറ്റ് ഇടാം. ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെ കണ്ട. ഒരു ഹെൽത്ത് പോലും കുറയാത്ത ആർമറല്ലേ. ഏതാ ഇപ്പം തീരും. കുറച്ച് എൻജാൻ്റെയൊക്കെ ഞാൻ ഇത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പം എത്ര ദൂരം പോകണമെന്ന് അറിഞ്ഞൂടാ. സ്ട്രോങ് ഗോൾഡ് കണ്ടിരിക്കാൻ എവിടെ വരെ പോകണമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. 2 ബ്ലേസ് റോഡും എടുത്തേക്കാം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് IF100 പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ടായാലും നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാം. ഗൈസ്, ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം എടുത്തേക്കാം. ബെഡുണ്ട് ഗൈസ്. ആയി എറിഞ്ഞു നോക്കി പോയാ അതോ. അപ്പോൾ നേരെ ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ ഗൈസ് കുറച്ച് അങ്ങോട്ട് ഇനി പോകണമല്ലേ ഗൈസ്. അപ്പോൾ ആ വില്ലേജ് കഴിഞ്ഞിട്ടായിരിക്കും. അവിടെ ഒരു വില്ലേജ് ഉണ്ട് ഗൈസ്. അവിടെ ചെന്നിട്ട് ഇനിയിപ്പം അവിടുന്ന് അങ്ങോട്ടേലും പോകാനായിരിക്കും. അപ്പോൾ ആ വില്ലേജിൽ നിന്ന് നമുക്ക് അടുത്ത് എറിഞ്ഞ് നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ വില്ലേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വില്ലേജ്. ഒന്ന് എറിഞ്ഞ് നോക്കാം. അങ്ങോട്ടാണ്. ആടാ പൊട്ടിപ്പോടാ. കുഴപ്പമില്ല, 13 ബാക്കിയുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. അയ്യോ, അവിടെ നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത്. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും. അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഞാൻ നെതർ പോർട്ടൽ ഞാൻ മറ്റേ 10 ഒബ്സിഡിയൻ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കി വെച്ച്. ഞാൻ നെതറിൽ പോയിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കാതെ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി വെച്ച്. ഞാൻ തിരിഞ്ഞു പോയി. അപ്പം ഇതുവഴി കയറിയാലും മറ്റേ എൻ്റെ പോർട്ടൽ, ഞാൻ ആദ്യം ഉണ്ടാക്കിയ പോർട്ടലിൽ തന്നെയാണ് ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് ഇതുവഴി കയറി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാം. അതുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ട് ഈ പോർട്ടൽ വെച്ചിട്ട്. അയ്യോ, എന്തൊക്കെ ചെയ്യാനാണെന്നറിയോ. ഞാൻ അവിടെ പോയിട്ട് ഒന്നുകൂടെ എറിഞ്ഞു നോക്കാം. ഇച്ചിരി പൊക്കമുള്ള സ്ഥലത്തോടെ പോയി നിന്നിട്ട് എറിഞ്ഞു നോക്കാം. കുറച്ചുകൂടെ പോകേണ്ട വരും മിക്കവാറും. ഇവിടെ കുറച്ച് എറിഞ്ഞു നോക്കാം. തിരിച്ചാണ്. ഓ, വില്ലേജിൻ്റെ അവിടെ വല്ല വന്നാ. അങ്ങനെയാണെങ്കിൽ എളുപ്പമായി. സ്ട്രോങ് ഹോൾഡിൽ അവിടെ നമുക്ക് നെതർ പോർട്ടലൊക്കെ സെറ്റ് ചെയ്യാം. അവിടെ കാണാൻ കിടക്കുകയാണ്. ഫുഡ് കൂടെ എടുത്തേക്കാം. കണ്ട, ഒറ്റ പയ്യൻ തീർന്ന്. എന്തൊക്കെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത് അറിയാം. അയ്യോ ഗൈസ്, ഈ ഡ്രാഗനെ കൊല്ലാൻ ഭയങ്കര മെനയാണ്. ഫസ്റ്റ് ടൈം ഡ്രാഗനെ കൊല്ലാൻ പോണ ഗൈസ് ഞാൻ. പൊട്ടല്ലേ? പൊട്ടിയില്ല, കിട്ടി. എറിഞ്ഞില്ല. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ഇവിടെ എവിടെയെങ്കിലും നിന്ന് ഒന്ന് എറിഞ്ഞു നോക്കാം. അയ്യോ, താഴോട്ട് പോയി. ആ സ്ട്രോങ് ഹോൾഡ് ഇവിടെ തോന്നുന്നു. എവിടെ അയ്യും പോയാ? താഴോട്ട് വിളിച്ചു നോക്കാം. അവിടെ ഒന്നും അല്ലായിരുന്നു ഗൈസ്. ഞാൻ കുഴിച്ച് കയറി വന്നൊരു കേവിനകത്ത്. അവിടെ ഒന്നുമില്ല. ഞങ്ങൾ ഡീപ് സ്ലൈറ്റ് വരെ പോയി, എന്നിട്ടും കിട്ടിയില്ല. ഒന്നുകൂടെ കുഴിച്ച് നോക്കാം ഗൈസ്. ഇനി എൻ്റെ 10 എൻട്രിയുടെ എന്തൊരു ചെയ്യാൻ. എനിക്ക് മാത്രമേ ഉള്ളൂ ഗൈസ് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ. ഇത് കുഴിച്ചു ഇതേമേ ഇതേലും കുഴിച്ചു പോകുമ്പോൾ കിട്ടണേ. അത് ഞാൻ ഡീപ് സ്ലൈറ്റ് വരെ പോയിട്ട് കിട്ടിയില്ല ഗൈസ്. ഇത് കുഴിച്ച് നോക്കാം. 26 ആയതേ ഉള്ളൂ, മൈനസായില്ല ഇതുവരെ. അയ്യോ, ഡീപ് സ്ലൈറ്റ് കേട്ടോ. കുറച്ചുകൂടെ പോയി നോക്കാം. മൈനസായി. ഇതിനു മുമ്പൊക്കെ കാണണ്ടാവുമല്ലോ സ്ട്രോങ് ഹോൾഡ്.
എന്ത് പറ്റി? എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ? അയ്യോ, ഇത് ബ്ലോക്ക്. ജിയോട് ഞാൻ സ്ട്രോങ് ഹോൾഡ് ഒപ്പില്ലേ വന്നേ. ഇതെനിക്ക് ആവശ്യമുള്ള തരുമായിരുന്നു. ഏതാ? ചെറുതാണ്. കൊള്ളാം. താഴെ കേവാണ്. ആ കേവിലാണ് ഞാൻ മുമ്പേ ഒന്ന് ഇറങ്ങിയത് കേസ്. ജിയോടാ കറക്റ്റ്. എന്തിൻ്റെ ആവശ്യമായിരുന്നു? അയ്യോ, എൻ്റെ അയ്യോ ഫെൻഡർ ഞാൻ പോയി. താഴെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയും താഴുണ്ടോ? കേസ് ലാവയുണ്ട്. സോംബി ക്രീപ്പർ. അയ്യോ, ഞാൻ എന്തിനാ മേടിക്കുന്നത്? എൻ്റെ ഡയമണ്ട് ആർമറില്ലേ? ഓ, അഴുക ചെറുക്കൻ. അയ്യോ, അതെന്ത് സ്കെലട്ടാണോ? 2 എണ്ണോ? അയ്യോ, ഒരു സ്പോണറൊക്കെ കിട്ടിയാൽ എനിക്ക് ഇടിക്കുകയും. കേസ് എൻ്റെ XP ഫാമൊക്കെ കാണാം ഇതിൻ്റെ അകത്ത്. മറ്റേ 1/2 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ഒരു ക്രീപ്പർ വരും. തിരിച്ചു കയറാം. കേസ് ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നാം കേട്ടോ. ഞാൻ പെട്ടത് അതേപോലെ വേറൊരു വെള്ള കളർ ബ്ലോക്ക്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ ബ്ലോക്ക്. കൊള്ളാം. അങ്ങനെ ജിയോട് കണ്ടുപിടിച്ച് ഇതുവഴി താഴോട്ട് ഒഴിച്ചു പോയി കഴിഞ്ഞാൽ ആക്കിയാവേ തന്നെ കുറച്ചുകൂടെ പോയി നോക്കാം. ഗൈസ് ഡീപ്പ് സ്ലൈറ്റ് എത്താറായി. ബെഡ്റോക്ക് എത്താറായി ഗൈസ്. ഡീപ്പ് സ്ലൈറ്റാ. അപ്പോൾ ഗൈസ് ഞാൻ ആ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടാ. ഇത് കുഴിച്ച് കഴിച്ച് ഞാൻ എത്ര ദിവസം എടുക്കുമോ? അപ്പോൾ ഗൈസ് ഞാൻ 2-3 വട്ടം ചത്ത് കേട്ടാ. മറ്റേ വെള്ളത്തിൽ ഡ്രൗൺ ആയി ചത്ത്. ഞമ്മക്കന്ന് കണ്ടുപിടിച്ച് ഗൈസ് ഞാൻ ഇത്രയും ഐ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഐ തീർന്നു ഗൈസ്. എന്തൊരു ചെയ്യാൻ? ഞാൻ എത്ര ഐ എറിഞ്ഞെന്നറിയാമോ? എൻ്റെ 10 എണ്ണം ഇല്ലായിരുന്നാ? ഇപ്പം ഞാൻ നോക്കി 4 എണ്ണേ ഉള്ളായിരുന്നു. ഇവിടെ ഇതിനകത്ത് ഒരു ഐ ഇരിപ്പുണ്ടായിരുന്നു. അയ്യോ ഫെൻഡറും ഗൈസ്. ഇവിടെ ഭയങ്കര മെനയാണ് ഇതിനകത്തൊന്നും വെളി ഇറങ്ങി. അതുകൊണ്ട് വന്ന വഴിയൊക്കെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് വഴിയൊന്നും ഇല്ലാത്തത്. ഏത് വഴി പോകണമെന്നൊരു പിടിയില്ല. ഇതുണ്ടാ ഫുള്ള് നനങ്ങിക്കാണ്. കണ്ടുപിടിക്കാൻ തന്നെ 1/2 മണിക്കൂർ എങ്ങാണ്ട് എടുത്ത് ടൈം. മുമ്പത്തെ കോർഡിനേറ്റ് ഇത് വെച്ച് നോക്കിയാൽ മതി. കുറച്ചപ്പുറത്തായിരുന്നു. എന്ത് ഈ നമ്മൾ കുഴിച്ചതിൻ്റെ അവിടെ ഒന്നും അല്ലായിരുന്നു. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണമായിരുന്നു. അവിടെ ചെന്നിട്ട് എറിഞ്ഞ് നോക്കിയപ്പോൾ കറക്റ്റ് കിട്ടി. പക്ഷെ കുറേ എൻട്രി പോയി കേട്ടാ. IF എൻട്രി പോയി എഡിസൺ. ആ ക്രീപ്പർ ഇവന്മാർ ഇവിടുന്ന് സ്പോൺ ചെയ്തിരുന്നു. ഇവിടെ സോംബി സ്പോണറൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ കിടിക്കേനെ. ഇവിടെ ഏതെങ്കിലും കേവിനകത്തോട്ടെല്ലാം കയറുന്നുണ്ടാ? ലാപ്പിസാ? അതിനകത്ത് വഴിയില്ല ഗൈസ്. എനിക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് വെളി വന്ന് ഇറങ്ങട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ വിജയകരമായി എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങാനും കുറേ നേരം എടുത്തു കേട്ടാ. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ ടോട്ടൽ എത്ര 1 മണിക്കൂർ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അയ്യോ എല്ലാം പോയി ഗൈസ്. ബ്ലേസ് റോഡ് ഇരിപ്പുണ്ട്. ഞാൻ ഇത് 3000 ബ്ലോക്ക് അപ്പുറത്ത് പോയിട്ടാണ് ഞാൻ മറ്റേ നെതർ പോർട്ടലുണ്ടാക്കി ഫോട്ടോസ് കണ്ടുപിടിച്ച്. ഇതെടുക്കുന്നതിൻ്റെ പാടെ എനിക്ക് അറിഞ്ഞോളൂ. ഇത് വിട്ടിരിക്കട്ടെ. എൻ്റെ 2 എണ്ണം ഉണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയ സാധനം ഗൈസ്. എൻ്റെ ഇത് 3 ട്രിം കിട്ടി ഗൈസ്. അവിടെ നിന്ന് ആർമ ട്രിം. അവിടെ മറ്റേ ലൈബ്രറി ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് 3 ട്രിം. 3 എണ്ണമൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇത് റയറൊന്നും അല്ലെന്നാണ് തോന്നുന്നത്. ഒരു വാർഡൻ്റെ കയ്യിൽ നിന്നിട്ട് മറ്റേ സൈലൻസ് ട്രിം അല്ലേ ഏറ്റവും റയറ്. ഇവിടെ ഒരു വാർഡൻ്റെ സ്ഥലമുണ്ട് ഗൈസ്. പക്ഷേ ഇതുവരെ ഏഷ്യൻ സിറ്റി ഞാൻ കണ്ടുപിടിച്ചില്ല. അറ്റവും മൂലയൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. അവിടെ ചെല്ലുമ്പോൾ എത്ര കുഴിച്ചാലും കിട്ടില്ല. ഇതെന്തൊരു ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതിലൊക്കെ പറഞ്ഞു തരണം കമൻറ്റ് ബോക്സിൽ. നെതറിയിട്ട് ആക്കായിരുന്നു എൻ്റെ ആർമർ. പക്ഷേ നെതറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ചാവുകയാണ് ഗൈസ്. മൈനിങ് ഒക്കെ പോകുന്നത് ഭയങ്കര മെനയാണ്. പിന്നെ ഡ്രാഗനെ കൊന്നിട്ട് പോകുന്നതായിരിക്കും ഇതൊക്കെ നല്ലത്. വാർഡനെ എനിക്ക് അടിക്കണം ഗൈസ്. കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഇല്ലേ? എൻ്റെ 2 എണ്ണം ഉള്ളു. അയ്യോ ഇനി ഞെതറി പോകേണ്ട വരുമല്ലോ. അതിനകത്തുണ്ടോ? ഇല്ല എനിക്ക് വയ്യ. ഇനിയും പോയി പിഗ്ലിങ്സിൻ്റെ അടിയുള്ള ഗൈസ്. ഗോഡ് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പോയാലും മതി. ബട്ട് അതിട്ടാലും മറ്റേ പന്നി ഉണ്ടല്ലോ അവൻ വരും.
എൻ്റെ പേരെന്തായിരുന്നു മറന്നുപോയി. അവന്മാരെന്നെ വന്ന് കൊല്ലും ഗൈസ്. അയ്യോ ചേച്ചി ഇന്ന സൈഡിൽ 3 സാധനങ്ങൾ കണ്ട. 3 എനിക്ക് ഒരൊറ്റ കേജിൽ നിന്ന് കിട്ടിയതാണ്. ഒരൊറ്റ ഔട്ട് പോസ്റ്റിനകത്ത് കേജിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് 3. പയ്യന്മാരുടെ 3 ബ്ലോക്ക് കൊടുത്തു. ഞാൻ 3000 ബ്ലോക്ക് പോയെന്ന് പറഞ്ഞില്ലേ മറ്റേ ബ്ലേസ് റോഡ് എടുക്കാൻ. അപ്പം കിട്ടിയാണ്. കിട്ടില്ല പയ്യന്മാരല്ലേ. ഏതാ 3 ഒരു കേജ് കിടക്കുക. എനിക്കത് അതിലൊക്കെ എനിക്ക് വേറെ ആർക്കും കിട്ടിയില്ലെന്ന് തോന്നുന്നു. എന്ത് ലക്കായതറിയാം. ഉമ്മാർ വെച്ച് കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. ഉമ്മാർ വെച്ചിട്ട് മറ്റേ XP ഫാമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വേറെന്തായിരുന്നു ഇതുണ്ട് 11 ഡയമണ്ട് ഗൈസ്. ഞാനവിടെ മറ്റേ ഗൈസ് സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കാൻ പോയിട്ട് ഫുള്ള് മൈൻഡ് ചെയ്തതാണ് ആ ഡയമണ്ട്. അയ്യോ എന്തൊരവസ്ഥയല്ലേ. സ്ഥിതിക്ക് എന്തൊരു ചെയ്യാൻ ഞാൻ. അപ്പം ഇടിഞ്ഞെതറിപ്പോണ്. അന്ന് പോയപ്പോൾ കുറച്ചുകൂടെ കൊണ്ടുവരണ്ടായിരുന്നു എൻട്രി. എൻട്രിപ്പേള് ഇതെന്തായാലും എടുക്കാം. ഞാൻ ഇട്ടേക്കുന്ന 6 മണി ഊരി വെച്ചേക്കാൻ. ഇല്ല അതുകൂടെ പോകും. ഡയമണ്ട് കണ്ട. അയ്യോ ഇനി എന്തായിരുന്നു. വേറെന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇല്ലല്ലോ. എന്ത് ചെയ്യേ ആ സോഡ് വേണ്ട. എൻ്റെ ഫയർ റെസ്പെക്റ്റ് ഉള്ള വേറെ സോഡുണ്ട് ഗൈസ്. ചെറുത് എടുത്തോണ്ട് പോവാം. അതിൻ്റെ ജസ്റ്റിനകത്ത് സാധനമൊക്കെ എടുത്ത് വെച്ചേക്കാം. ബ്ലേസ് റോഡ് വേണ്ട, ബോ വേണ്ട, ബ്ലേസ് റോഡ് പിന്നെന്തോ ഫ്രണ്ട് ഇരിക്കട്ടെ. ഇതും ഇരിക്കട്ടെ. എല്ലാം ചേഞ്ച് ചെയ്തേക്കാം. എവിടെ എടുത്ത് വെക്കാൻ സ്ഥലമൊന്നുമില്ല. ഈ ബോക്സിനകത്ത് വെച്ചേക്കാം. ഞാൻ കുറച്ച് 500 അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ആഡ് ചെയ്യാമായിരുന്നു. പിന്നെ എനിക്ക് ക്ഷമയില്ല ഗൈസ്. ഈ XP ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഞാൻ മറ്റേ താഴെ പോയി മറ്റേ ചൂണ്ടയിട്ടാണ് XP ഉണ്ടാക്കുന്നത്. മറ്റേ ഓട്ടോമാറ്റിക് ഫിഷിംഗ് ഫാമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏത് അതിലേക്കുള്ള സെറ്റപ്പാണത്. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഗൈസ് ഞാൻ നെതറിപ്പോയി. ഞാൻ നെതറിപ്പോയി 5 വട്ടം ചത്ത് ഗൈസ്. 5 വട്ടം. എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരും. കണ്ടോ ഗൈസ് 13 എൻട്രപ്പേള് 13. അങ്ങനെ ഗൈസ് എൻ്റെ മറ്റേ ആർമർ എല്ലാം പോയി ഗൈസ്. അപ്പം ഞാൻ മറ്റേ ഫൈറ്റിന് പോകാൻ വരുന്ന ആർമർ എടുത്ത് വെച്ചിട്ടാണ് ഇട്ടുകൊണ്ടാണ് പോയത്. എൻ്റെ മറ്റേ പിഗ്ലിങ്സ് അടിച്ചു പോകുന്നു ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എൻ്റെ ഒരു തലയിൽ മറ്റേ ഗോൾഡ് ഹെൽമെറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരെ മറ്റേ മുകളിലോട്ട് ചെന്ന് നിന്ന് കൊടുത്തു. അമ്മ ഒരു ക്രോസ് ബോയ് സാധനം എല്ലാം കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചറിഞ്ഞു തന്നു. അയ്യോ താഴ്പടി എന്തൊരു ചെയ്യാൻ ഗൈസ്. കുഴപ്പമില്ല, ഇന്ന് ഡ്രാഗനെ അടിക്കും. അത്രേ ഉള്ളൂ ഗൈസ്. ഡ്രാഗനെ അടിക്കും. എന്നിട്ട് അവൻ്റെ മുട്ടയിൽ നിന്ന് കൊണ്ടുവരും ഇവിടെ. ഗൈസ് എൻ്റെ ആർമർ സാധനം എല്ലാം പോയി. എൻ്റെ ഒരു സോഡ് പോയി, ആർമർ പോയി, എല്ലാം പോയി. കുഴപ്പമില്ല. അയ്യോ ഫെൻഡർ 13 ഇരിക്കട്ടെ ഗൈസ്. 8 അവിടെ വെച്ച് ബ്ലേസ് റോഡ് അപ്പം എത്ര 4. ഇതിനകത്ത് 2 ഉണ്ടെന്ന്. ഉണ്ട്. ടേബിൾ ബ്ലേസ് റോഡ് ബ്ലേസ് പൗഡർ ആക്കിയിട്ടുണ്ട്. കിട്ടി 8 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അവിടെ 8 വെച്ച്. എൻ്റെ കയ്യിൽ 4 ഉണ്ടായിരുന്നു. അവിടെ 5 12. അപ്പോൾ 7 മതി കേട്ടാ. ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടായി കേട്ടാ. കുഴപ്പമില്ല, ഇരിക്കട്ടെ. എടാ എന്നെ അറിയാതെ ഒളിഞ്ഞു ഗൈസ്. അയ്യോ
പിന്നെയും പോയി. എടാ ഞാൻ കഥ കടച്ച്. എനിക്കും അത് പൊട്ടിയില്ല കേട്ടാ. പൊട്ടിയായിരുന്നെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഗൈസ് ഇങ്ങനത്തെ കസ. ഇതുണ്ടാ ഗൈസ്, ഞാൻ കഥ തുറന്നാണ് മറ്റേ പോയി. എന്തെങ്കിലും എടുക്കാനുണ്ടോ ഇനി? എൻ്റെ ക്രോസ് ബോ വേണ്ട. പിന്നെ എന്ത് വേണം? അതിരിക്കട്ട്. എൻ്റെ സോഡ് അതൊരിക്കട്ട്. വേറെന്തെങ്കിലും വേണോ? പിക്കാക്സ് എൻ്റെ ചെയ്യണം. അവിടെ എൻ്റെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഇതിനകത്തില്ലേ? അതിനകത്തുണ്ടോ? ഇതാ സിൽക്ക് വെച്ചാ അത് വേണ്ട. അതെനിക്ക് ആവശ്യമുള്ളതാണ്. അത് വേണ്ട. ഇതിൻ്റെ അകത്തുണ്ട്? അതിനകത്തും ഇല്ല. ഇതിൻ്റെ അതിനകത്ത് തന്നെ എവിടെ? അതിനകത്തും ഇല്ലല്ലോ. ഉറങ്ങി എണീക്കാൻ നൈറ്റായി. ഏതാ ഇച്ചിരി ലാഗിയായിട്ട് തോന്നും. കുറച്ച് ടൈം കാണും കേട്ടോ. ഞാനതൊരു 5-6 വട്ടം ചത്തിട്ടൊക്കെ ആയിരിക്കും ഡ്രാഗനെ കൊല്ലുന്നത്. ഹാർഡിലാണ് കിടക്കുന്നത്. എന്തേണ്ട ഡയമണ്ട് പിക്കാക്സ് അതിരിക്കട്ടെ. കുഴിച്ചെവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇന്ന് ഞാൻ ഡ്രാഗൻ്റെ മുട്ട ഇവിടെ കൊണ്ടുവരും. ഒരു കേസുള്ള കാര്യമാണ്. നമ്മളിതുവരെ ഡ്രാഗനെ കൊന്നിട്ടില്ല. പക്ഷേ കൊണ്ടുവരും, അത്രേ ഉള്ളൂ. 2 സ്റ്റാക്ക് എടുത്ത് വെച്ചേക്ക്. അല്ല 3 ഇരിക്കട്ടെ. എന്തില്ല ആവശ്യമില്ലേ? അപ്പോൾ ഗൈസ് ഞാൻ അവിടെ വരെ ചെന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ കുഴിച്ച് വന്നത് സ്ട്രോങ് ഹോൾഡ് എത്തി. സിൽവർ ഫിഷ് പൊട്ടുപോയില്ല. ഈ സ്പോണർ അവിടെ ഇരിക്കണം ഗൈസ്. വെച്ചേക്കാം എന്തായാലും. നേരണ്ടേ ഇത് തികയുമായിരിക്കുമല്ലേ? തികയും. ഒരെണ്ണം കൂടുതലാണല്ലേ? ഒരെണ്ണം കൂടുതലാണ് ഗൈസ്. അങ്ങനെ പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതും പൊട്ടിച്ചേക്കാം. പിഴച്ച മീൻ എനിക്ക് കാണുന്നത് കഴിഞ്ഞു. ഈ റീസ്പോണും കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഗൈസ് ഇതൊക്കെയാണ്. ഗൈസ് അങ്ങനെ ഞാൻ തന്നെ ഡ്രാഗനെ കൊല്ലാൻ പോണു ഗൈസ്. ആദ്യമായിട്ട് ഫസ്റ്റ് ചെയ്യും. ഏതാ ഞാൻ തന്നെ പ്രോ പ്ലെയർ. പറഞ്ഞില്ലേ ഗൈസ്, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കും കൊല്ലാൻ പറ്റും. അപ്പം മൈൻക്രാഫ്റ്റ് ഇതുവരെ കളിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. ശരി എന്നാൽ കണ്ട ഇൻഫിനിറ്റി ബോ ഗൈസ്. നിങ്ങൾ ഇൻഫിനിറ്റി ആണോ മെൻഡിങ് ആണോ യൂസ് ചെയ്യുന്നത്? എൻ്റെ 2 ഇരിപ്പുണ്ട്. അതേതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തിട്ട് പോണേ, മറക്കല്ലേ. അപ്പോൾ ഗൈസ് ഐ ആം ഗോയിങ് ടു കിൽ ദ ഫക്കിംഗ് ഡ്രാഗൻ. ഗൈസ് എനിക്ക് കൈയൊക്കെ വറയ്ക്കുന്ന കേട്ടോ. ആദ്യമായിട്ട് ഞാൻ പോവാണ് ഗൈസ്. എൻഡിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. ഫോർച്യൂൺ 3 ഇത് ഞാൻ എപ്പോൾ എടുത്തുകൊണ്ട് വന്നു? അയ്യോ അതവിടെ കൊണ്ട് കളയാൻ പറ്റൂല. അയ്യോ ഇതിപ്പോൾ കാണാൻ ഞാൻ പോയായിരുന്നെങ്കിൽ ഉണ്ടല്ല മുഞ്ചേനും ഫുള്ള്. എവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കി ഞാനത് വെച്ചേക്കാം. ഫോർച്യൂൺ 3 അയ്യോ ഇതെങ്ങാനും പോയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എല്ലാം തന്നെ. എൻ്റെ ഫിഷിംഗ് റോഡുണ്ടായിരുന്നു. ഇപ്പം എന്തരൊക്കെ ആവശ്യമില്ലാത്ത ബ്ലോക്കെല്ലാം എടുത്ത്. ടോർച്ച് ആവശ്യമുണ്ട്. മുട്ട എടുക്കണേ ടോർച്ച് വേണം ഗൈസ്. ഗൈസ് ഐ ആം ഗോയിങ് ടു കില്ലിങ്. റീസ്പോൺ സെറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിലോട്ട് പോകും. അയ്യോ ചെറിയ പേടിക്കുക കേട്ടോ, ചെറിയൊരു ഭയം എൻ്റെ വന്നു. ഇവിടെ തിരിച്ചിറങ്ങുന്നത് എങ്ങനെ? അത് ഡ്രാഗനെ കൊന്നു കഴിഞ്ഞിട്ടല്ലേ? ഓക്കെ. ഡ്രാഗനെ കൊല്ലുമ്പോൾ അവിടുത്തെ പോർട്ടലാണാവില്ലേ? എൻ്റെ ഡ്രാഗൻ മണ്ടയ്ക്കല്ലേ? ഇതുവഴി കയറാം. കുഴിച്ച് കുറേ പോണോ? വന്നു. ഇവിടെ കുറേ തൊളിഞ്ഞ എൻഡർമാനുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇരിക്കുന്നു.
ആ വന്നിങ്ങോട്ട് കയറിയില്ല. വന്ന് താഴെ നോക്കി നടക്ക്. കേജിനകത്തുള്ള ബോയ് ഇടാൻ പറ്റുമോ? എനിക്ക് എയിമില്ലാത്തതാണ്, അത് പറ്റൂലേ? പക്ഷെ കുറേ പേര് ഇങ്ങനെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറ്റൂല എന്ന് തോന്നട്ടെ. ആ ബ്ലോക്ക് വെച്ച് കയറേണ്ടി വരും. ഒന്ന് ട്രൈ ചെയ്യും. കിട്ടുമോ? ഡ്രാഗനാണ്. അയ്യോ ഡ്രാഗനാണ്. അതുകൊണ്ട് ഈ ഡ്രാഗൻ്റെ ബർത്തിന് ഇത് കിട്ടുമോ? ഡാമേജ് കിട്ടുമല്ലേ? അതറിഞ്ഞുകൂടാ കേട്ടോ. ഈ മറ്റേ വയലറ്റ് കളർ ഡ്രാഗൻ്റെ ബ്രത്തിന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. ഗെയ്സ് ഐ ആം ഗു. ആ എന്തെങ്കിലും ഇങ്ങോട്ടേലൊക്കെ പോയി നോക്കാം കേട്ടാ. ചാടാ. ഈ ഉറങ്ങാൻ കളഞ്ഞു. അത് കിട്ടുമോ? കിട്ടിയില്ല. കുറേ എൻഡർമാൻ നിൽപ്പുണ്ട്. ഭയങ്കര വിഷയമാണ്. ആ അയ്യോ ഗൈസ്, ഞാൻ മിക്കവാറും ചാവും. ഗൈസ് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടും ഗൈസ്. അപ്പം ഞാൻ ഇതെല്ലാം പൊട്ടിച്ചിട്ടേ ഡ്രാഗന് കുറച്ച് ഹെൽത്ത് ആക്കിയിട്ടൊക്കെ വരാം. കുറച്ചിട്ടൊക്കെ വരാം ഹെൽത്ത്.
ഗൈസ് ഡ്രാഗനെ ഇങ്ങനെ അയ്യോ എനിക്ക് ഞാൻ ചത്ത്. റീസ്പോണ്ട് അടിച്ച ഐറ്റംസ് ഒക്കെ അവിടെ തന്നെ കാണുമോ? അയ്യോ ഗൈസ് അങ്ങനെ ആദ്യത്തെ ഡെത്ത് പിന്നെയും കയറി ഞാൻ എൻ്റെ സിറ്റിയിലോട്ട്. അയ്യോ അയ്യോ എൻ്റെ സിറ്റി അല്ല കേട്ടോ, എൻ്റെ ഐ എം സോറി. സിറ്റിയിലാണ് ഇരട്ട ഇരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ആദ്യം ഡ്രാഗനെ കൊല്ലിട്ട് ഗൈസ് ഐറ്റംസൊക്കെ പോയി കാണുമോ? ഈ പോയാ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എവിടെ പിഴച്ച ഡ്രാഗൺ അവിടെ ഇരിക്കുന്നു. എനിക്ക് അവനെ കൊല്ലണം. എൻ്റെ മുട്ട വേണം. ഞാൻ മുട്ട കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കും. അവിടെ ഷോ കേസായിട്ട് എന്നെ കൊണ്ടുവെക്കും. അയ്യോ ഈ ഐറ്റംസ് ഒന്നും പോയില്ല കേട്ടാ. അയ്യോ ആർമർ സാധനം പോ എല്ലാം കുറച്ചുകൂടെ സേഫായിട്ട് നിന്ന് കളിക്കണം കേട്ടോ. ഇവൻ്റെ നടി കൊണ്ട് എളുപ്പം ചാകുന്നുണ്ട് ഞാൻ. പക്ഷേ അവൻ്റെ ബ്രെത്ത് ഭയങ്കര ഡാമേജ് എനിക്ക് കിട്ടി. എന്തെങ്കിലും മോശം വല്ലതും ഉണ്ടായിരുന്നു അത് പിടിച്ചിട്ട് വരാന്. കിട്ടുമോ? ആരുമില്ല. അയ്യോ ഞാൻ ഇപ്പം എന്തിട്ട് അവനെ അടിച്ച്. ഈ സാരമില്ല, അതോടെ ഇപ്പോൾ എടുത്തിട്ട് വരട്ടെ. ആരുമില്ല, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻഫിനിറ്റി അപ്പോൾ വേണ്ട ഒരു കുറച്ച് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തു. ഗായോ സമൻ ഓടിക്കോ പൈസ. അതിൻ്റെ ഇടയ്ക്ക് എൻട്രമാൻ ഒന്ന് 2 അടി അടിച്ച് കഴിച്ചു എന്നെ മുമ്പേ. അങ്ങനെയാണ് ഞാൻ ചത്തില്ല. ഞാൻ ചാവില്ലായിരുന്നു ഗൈസ്. എത്ര തവണ ചത്തിട്ടായാലും ഇന്ന് ഡ്രാഗനെ കൊല്ലും ഞാൻ. അയ്യോ ചാകടാ. അയ്യോ ചാല് അവിടെ എൻട്രമാൻ ഗൈസ്. ചെറുതായിട്ട് ചത്തായിരുന്നു. ലാസ്റ്റ് ഇത്രയും ലൈഫ് കുറച്ച് വെച്ചിട്ടുണ്ട്. കിട്ടുമെന്ന് അയ്യത്തിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു കൈസ്. അങ്ങനെ ഞാൻ ഡ്രാഗനെ കൊന്ന് ഗൈസ്. ചാവാടാ. എത്ര തവണ എന്നെ കൊന്നെന്നറിയാം. ഞാൻ 6 ഗൈസ്. അങ്ങനെ ഞാൻ ഡ്രാഗനെ കൊന്നിരിക്കുന്നു. ഏതാ ഗൈസ് XP ഒക്കെ വേണ്ടിട്ടുണ്ട് എടുക്കുക. എത്ര ഇതെന്തൊരു 42 XP ഗൈസ്. 43. അങ്ങനെ ഞാൻ ഡ്രാഗനെ കൊന്ന് ഗൈസ്. കടകട. അയ്യോ ഗൈസ് മറ്റേ സിറ്റിയിലോട്ട് എൻ്റെ സിറ്റിയിലോട്ട് പോകുന്ന സാധനം ഉണ്ടായിരുന്നു. ചെറിയൊരു ബോട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തോന്നുന്നു. ഇവിടെ പിന്നെ അപ്പം ഗൈസ് ശരി എന്നാ ഗൈസ്. ഞാൻ ചെറുതായിട്ടൊരു കാര്യം മറന്നായിരുന്നു. എന്തിനായിരുന്നു ഇങ്ങോട്ട് വന്നേ? മുട്ട എടുക്കാനല്ലേ വന്നേ? അതെടുത്തില്ല ഞാൻ. തേണ്ടിരിക്കുന്നു എൻ്റെ മുട്ട. കിടകള ടെലിപ്പോർട്ടായ എങ്ങോട്ട് പോയി? അതുകൊണ്ട് എടുക്കണം. ടോർച്ചാണല്ലോ ഇനി എടുക്കണമെങ്കിൽ. തേണ്ടി ഇവിടെ കണ്ടോണം വെച്ചായിരുന്നു ഞാൻ. അതെ
ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി ഐ കില്ലഡ് ദ ഡ്രാഗൺ. 4 3 തവണ ഞാൻ ചത്തെങ്കിലും ഡ്രാഗനെ കൊന്നു, അതാണ് മെയിൻ. അയ്യോ, ഒരു തവണ പോലും ചാകാത്ത ഡ്രാഗനെ കൊല്ലുന്നതിനല്ലേ ഹീറോ. ചത്തിട്ട് കൊല്ലണം, അതാണ്. ഏതാ കോൺഫിഡൻസ് വരും, മനസ്സിലായേ. ഗൈസ് അങ്ങനെ ഡ്രാഗനെ മുട്ട കിട്ടി. മുട്ട ഏതാ എവിടെ? ഞാൻ അങ്ങനെ വെളിയിലോട്ട് പോകുന്നു ഗൈസ്. അങ്ങനെ ഗെയിം തീർത്തിരിക്കുന്നു. തീർത്തില്ല, ഇനിയുണ്ട്. മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് റൂൾ, ഗെയിം നെവർ എൻഡ്സ് ബ്രോ. ഗൈസ് അങ്ങനെ ഞാൻ ഡ്രാഗനെ കൊന്നിരിക്കുന്നു. അപ്പം ശരിയെന്ന് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.